കരവിരുതിൻ്റെ ഏറ്റവും മഹത്തായ മാതൃകകളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്നതുകൂടിയുണ്ട്. ഏതായാലും സ്പോർട്സിൽ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ വിജയിച്ചു വരുമ്പോൾ വല്ലാതെ സന്തോഷിക്കുന്ന നമ്മുടെ ഒരു ആരാധക കൂട്ടം വളരെ കൂടുതലാണ് എന്നതുകൂടി പറയാതിരിക്കാൻ തരമില്ല എന്നുള്ളൂ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയപ്പോഴൊക്കെ വലിയ സന്തോഷം അനശ്വരയും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീരമായ ആളുകൾ കൈ ഉയർത്തുന്നുമുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ചരിത്രപരമായ സവിശേഷത കൂടി നോക്കാം. മഹാത്മാഗാന്ധി അയ്യൻകാളി കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് 88 വയസ്സ്. മഹാത്മാഗാന്ധിയുടെ ചരിത്രപ്രസിദ്ധമായ വെങ്ങാനൂർ പ്രസംഗത്തിനും ഇന്ന് 88 ആണ്ട് തികയുകയാണ്. 1927 ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ച. ആധുനിക കേരളത്തിന് അടിത്തറയിട്ട നവോത്ഥാന സമരങ്ങളുടെ മുന്നണി പോരാളിയായ അയ്യങ്കാളിയെ കാണാൻ ഗാന്ധിജി എത്തിയ ചരിത്ര നിമിഷം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് തിരുവിതാംകൂർ മഹാരാജാവിനെ അഭിനന്ദിക്കാനെത്തിയ മഹാത്മാഗാന്ധി ഇതിനു പിന്നിലെ അയ്യങ്കാളിയുടെ പ്രവർത്തനം മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത്. അയ്യങ്കാളിയുടെ സ്മൃതിമണ്ഡപത്തോട് ചേർന്നായിരുന്നു കൂടിക്കാഴ്ച. ജനസഞ്ചയത്തെ നോക്കി അവിടെ ഇരുന്ന് ഇരുവരും പ്രസംഗിച്ചതും അയ്യങ്കാളിയുമായുള്ള ചർച്ചകളും നാടിന് ചരിത്ര വഴിയിൽ വലിയ സ്ഥാനം നൽകി. ജാതി വ്യവസ്ഥയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ പോരാട്ടം ഫലം കണ്ടു. പൊതുസമൂഹത്തിൽ തന്റെ ജനതയെ ഇത്രത്തോളം അടയാളപ്പെടുത്താൻ അയ്യങ്കാളി നടത്തിയ പോരാട്ടത്തെ ഗാന്ധിജി എടുത്തു കാണിച്ചു. ജാതിഭേദമന്യേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകുമെന്ന ഗാന്ധിജിയുടെ അഭിപ്രായത്തിന് മറുപടി പറയാൻ അയ്യങ്കാളിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഏറ്റവും മികച്ച ജനാധിപത്യപരമായ മറുപടിയാണ് അദ്ദേഹം ഗാന്ധിജിക്ക് നൽകിയത്. ക്ഷേത്രത്തിൽ പോകുന്നതല്ല തന്റെ ആവശ്യം, മറിച്ച് സ്വസമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും BA-ക്കാരാക്കണമെന്നതാണ് തന്റെ ആവശ്യം. അതിന് ഗാന്ധിജി സഹായിക്കണമെന്നും അയ്യങ്കാളി അഭ്യർത്ഥിച്ചു. 10 അല്ല 100 BA-ക്കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു. ദൈവത്തെക്കാൾ ജനതയ്ക്ക് വിദ്യാഭ്യാസമാണ് ആവശ്യം എന്ന ഉറച്ച ബോധ്യം അയ്യങ്കാളിക്കുണ്ടായിരുന്നു. ദൈവാരാധന കൊണ്ട് ഇവിടെ ഒന്നും നേടാൻ സാധിക്കില്ല എന്നും വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നും ഒരുപക്ഷെ ഗാന്ധിജിയേക്കാൾ നന്നായി അയ്യങ്കാളിക്കറിയാമായിരുന്നു. ജാതീയതയും ദുരാചാരങ്ങളും പല രൂപങ്ങളിൽ തിരിച്ചുവരുന്ന കാലത്ത് അയ്യങ്കാളി ഗാന്ധിജി കൂടിക്കാഴ്ച വലിയൊരു ഓർമ്മയായി മലയാളി സമൂഹത്തിനു മുമ്പിൽ ഉണ്ടാകണം. അഫ്സാന അൻഷാദ്, കൈരളി ന്യൂസ്.